എല്ലാവർക്കും സ്വാഗതം. അലീന മനുവിനോട് പറയുകയാണ്, മക്കളെ 3 പേരെയും ഞാനിങ്ങ് എടുത്തു എന്ന് പറയും കേട്ടോ. പിന്നീട് ഇങ്ങനെ ഒരാളെ മാത്രം ഇങ്ങനെ ഇതാക്കി എടുക്കാൻ പറ്റിയില്ല അല്ലേ എന്നിങ്ങനെ മനു ചോദിക്കുകയാണ് വൈജ മാഡത്തിനെ എന്ന് പറയും കേട്ടോ. അപ്പോൾ അലീന അത് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ മനുവിന് പറയുന്നുണ്ടായിരുന്നു, ആ കൊമ്പ് വളയ്ക്കാൻ നിന്നെക്കൊണ്ട് പറ്റില്ല. ചില കാട്ടുമൃഗങ്ങളുണ്ടല്ലോ, നമ്മൾ എത്ര മെരുക്കിയെടുത്താലും അത് മെരുങ്ങില്ല. അതുപോലെയാണ് മനുഷ്യരിലും ചിലരുണ്ട് അങ്ങനെയെന്ന് പറയേ. പിന്നീട് അലീനോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ സ്വരമൊക്കെ ഇപ്പോൾ ഒന്നുകൂടി തെളിഞ്ഞല്ലോ, ഒന്ന് ഉഷാറായല്ലോ എന്ന് പറയുമ്പോൾ അത് മനുവേട്ടൻ വന്നതിൻ്റെയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാനെന്താ ചാർജറോ എന്നൊക്കെ കളിയാക്കിക്കൊണ്ട് മനു ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയും, മനുവേട്ടൻ വരുന്നത് എനിക്ക് സന്തോഷം തന്നെയാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് രോഹിത് അങ്ങോട്ടേക്ക് വന്നിട്ട് മനുവിന് ഫ്രഷ് ലൈം ആണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. രോഹിത് തന്നെ ഉണ്ടാക്കിയതാണെന്ന് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ലാബിൽ വികസിപ്പിച്ചെടുത്താണെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ലാബോ നോക്കും. അപ്പോൾ രോഹിതാണെങ്കിലും പറയാണ്, അടുക്കള എനിക്കിപ്പോൾ ഒരു ലാബ് പോലെയാണ് തോന്നുന്നത്. അവിടെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, അതിൽ പല സാധനങ്ങളും ചേർത്ത് ഉണ്ടാക്കുന്നത് ഓരോ സാധനങ്ങളായിട്ട് വരും എന്നൊക്കെയാണ് കേട്ടോ രോഹിത് പറയുന്നത്. എന്നിട്ട് മനു കുടിച്ച് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതെന്താടാ പഞ്ചസാര ലായനിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ വെള്ളം ചേർക്കാലോ, എങ്ങനെയായാലും നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് കഴിക്കാമല്ലോ എന്നൊക്കെയാണ് കേട്ടോ രോഹിത് പറയുന്നത്. അപ്പോൾ രോഹിത്തിൻ്റെ സംസാരം കേട്ടിട്ട് മനു പറയുന്നുണ്ട്, ഇവനിപ്പോൾ സ്മാർട്ടായല്ലോ എന്ന്. അപ്പോൾ അലീന പറയും, അവൻ നേരത്തെ സ്മാർട്ടല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, നമുക്ക് ഇവനെ കോളേജിലേക്ക് പറഞ്ഞയക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും നടക്കുന്ന കാര്യമില്ല, എൻ്റെ പേരെന്തായാലും അവർ വെട്ടിക്കളഞ്ഞ് കാണുമെന്നൊക്കെയാണ് കേട്ടോ രോഹിത് പറയുന്നത്. അപ്പോൾ അച്ഛനോട് അത് സംസാരിക്കാനിരിക്കുകയാണെന്ന് അലീനയും പറയുന്നുണ്ട്. അപ്പം മനു പറയും, നമുക്ക് ശ്രമിച്ച് നോക്കാലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് രോഹിത് വാതിൽ തുറന്നു കൊടുക്കുകയാണ് കേട്ടോ. ബബിത കോളേജിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണമോളെ കാണാത്തതുകൊണ്ട് തന്നെ രോഹിത് ചോദിക്കുന്നുണ്ട്, കൃഷ്ണമോളെ എടുത്തില്ലേന്ന്. അപ്പോൾ കൃഷ്ണമോളെ എൻ്റെ കൂടെ കണ്ടോ എന്ന് നോക്കി കേട്ടോ ബബിത. അപ്പം ഇല്ല എന്ന് പറയും രോഹിത്. അപ്പോൾ മനസ്സിലായല്ലോ കൃഷ്ണമോളെ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതെന്ന് പറയുമ്പോൾ പിന്നീട് ബബിത പറയുന്നുണ്ട് കേട്ടോ, അവൾക്ക് ഇങ്ങനെ റിഹേഴ്സലും പ്രാക്ടീസൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന്. അത് നിനക്ക് നേരത്തെ തന്നെ പറഞ്ഞാൽ പോരായിരുന്നോ, ഇങ്ങനെ മറുപടി പറയാനേ നിനക്ക് അറിയത്തുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് ഇവിടുത്തെ ഇള്ളക്കുട്ടിക്ക് എങ്ങനെയുണ്ട് എന്ന് ബബിത ചോദിക്കുമ്പോൾ, മനുവട്ടം വന്നിട്ടുണ്ടായിരുന്നു മരുന്നും കൊണ്ട് അച്ഛൻ പറഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ, മനുവട്ടം വന്നിരുന്നോ, എന്നാൽ സുഖം കുറഞ്ഞു കാണുമല്ലോ, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അലീനയുടെ അടുത്തേക്കാണ് കേട്ടോ ബബിത ചെല്ലുന്നത്. അപ്പോൾ അലീനയാണെങ്കിൽ കട്ടിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ എന്തിനാ ഇറങ്ങുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ബബിത. അപ്പോൾ എനിക്ക് വെള്ളം വേണമായിരുന്നു എന്ന് പറയും, ചൂടുവെള്ളം വേണമായിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ അടുക്കളയിലേക്ക് പോകാനുള്ള പണിയായിരുന്നു അലീനയുടെ. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, വെള്ളം വേണമെങ്കിൽ അതിനല്ലേ ഇവിടെ രോഹിയേട്ടനെ നിർത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്നോടോ രോഹിയേട്ടനോടോ വായ തുറന്ന് പറഞ്ഞാൽ പോരെ. ഇതിപ്പോൾ പനി ഒന്ന് കുറഞ്ഞു എന്ന് കണ്ടപ്പോൾ എണീറ്റ് നടക്കാൻ പോവുകയാണ്, അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. അതാവുമ്പോൾ വീണ്ടും പനി കൂടിയിട്ട് 2-3 ദിവസം കൂടെ കിടക്കാലോ, അതിനല്ലേ എന്നൊക്കെയാണ് കേട്ടോ ബബിത പറയുന്നത്. എന്നിട്ട് പിന്നീട് അലീനോട് അവിടെ കിടക്കാൻ പറയുന്നുണ്ട്. വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ ടേബിളിൽ വെള്ളം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഒരു ഗ്ലാസ് ജഗിൽ നിന്ന് ഒഴിച്ച് ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അത് കുടിച്ചോ, ഞാൻ പോയിട്ട് വെള്ളം ചൂടാക്കി കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു, രോഹിത്തിനോട് കണ്ടല്ലോ, ഒന്ന് കണ്ണ് തെറ്റിയാൽ കാണിക്കുന്ന പണി എന്ന് പറയുമ്പോൾ അതിനിപ്പോൾ ഞാൻ എന്നാ ചെയ്തു എന്ന് നോക്കിയോട്ടോ രോഹിത്. അല്ല, ബൈസ്റ്റാൻഡറോട് ഞാനൊന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ബബിത അവിടുന്ന് കിച്ചണിലേക്ക് പോകട്ടോ. അപ്പോൾ അലീനയോട് രോഹിത് പറയുകയാണ്, ഇനിയിപ്പോൾ അവിടെ കയറി കിടന്നോ, അല്ലെങ്കിൽ ഇനിയും വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരും എന്ന് അറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന അവിടെ കിടക്കുകയും ചെയ്യും. അലീന കിടന്നിട്ട് അലീനയ്ക്കാണെങ്കിലും ബബിത അങ്ങനെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കരയുന്നുണ്ട്. അപ്പോൾ അലീന ചേച്ചി കരയാണോ എന്ന് നോക്കിയോട്ടോ രോഹിത്. എന്തിനാ അവൾ പറഞ്ഞത് കേട്ടിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ഒരുപാട് ആലോചിക്കേണ്ട, സന്തോഷം കണ്ടാണ് നിങ്ങൾ 3 പേരും എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, ഞങ്ങളും എല്ലാവരും ചേച്ചിയുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയ്ക്കും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോഴേക്കും ബബിത ചൂടുവെള്ളമൊക്കെ ആക്കി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്, ഇനി ഇത് കഴിയുമ്പോൾ പറഞ്ഞാൽ മതി, വേറെ കൊണ്ടുവന്ന് തരാം, എണീറ്റ് പോകാനൊന്നും നിൽക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ കാപ്പിടാനായിട്ട് അടുക്കളയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് ബബിത അവിടുന്ന് പോകുന്നത്. പിന്നീട് ബബിതയാണെങ്കിൽ അലീനേനെ ദേഹമൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചൂടുവെള്ളമൊക്കെ ആക്കിയിട്ട് കൊണ്ടുവരുന്നതാണ് കേട്ടോ. ഒരു ടവലും കയ്യിലുണ്ട്. അപ്പോൾ അലീനയാണെങ്കിൽ തിരിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് ബബിത പറയുകയാണ്, എണീറ്റിരുന്നാൽ കൈയും കാലൊക്കെ ഒന്ന് തുടച്ച് തരാമെന്ന് പറയും കേട്ടോ. ചെറിയ ചൂടുവെള്ളത്തിൽ തുടച്ച് തരാമെന്ന് പറയുമ്പോൾ അലീന എണീറ്റിരിക്കും. അപ്പോൾ അലീനേനെ അവിടെ ചാരി ഇരിക്കാൻ വേണ്ടി സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ബബിത. എന്നിട്ടാണെങ്കിൽ ചൂടുവെള്ളത്തിൽ ടവൽ മുക്കിയിട്ട് തുടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു, ബാമൊക്കെ പുരട്ടിയും വയർത്തും ആകെ മുഷിഞ്ഞിരിക്കുകയാണെന്ന് വിചാരിച്ചിട്ടാണ് തുടച്ചിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കഴിയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, നീ ഇത് എവിടെ നിന്നാണ് പഠിച്ചേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ.
അല്ല നിനക്ക് ഇങ്ങനെ ഇതൊക്കെ എങ്ങനെ അറിയാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടു പഠിച്ചതാണെന്ന് പറയും. അപ്പോൾ എവിടുന്നാണ് പഠിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അലീന. അപ്പോൾ രോഹിയേട്ടനെ ചേച്ചി ചെയ്തു കൊടുക്കുന്നത് കണ്ടതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയും, ഞാനിങ്ങനെ വിചാരിച്ചു നീ എന്നോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തു തരുന്നതാണെന്ന് വിചാരിച്ചു എന്ന് പറയുകയാണെങ്കിലും ഒരു ചെറിയ ചിരിയോടുകൂടി പറയുന്നുണ്ടായിരുന്നു, സ്നേഹിക്കാൻ കണ്ടൊരു മുതലേന്ന് പറയും കേട്ടോ. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. തുടച്ചു കൊടുത്തതിന് ശേഷം പുതപ്പൊക്കെ ശരിക്കിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് കേട്ടോ പോകുന്നത് അവിടെ നിന്ന്. അതെല്ലാം കഴിഞ്ഞ് ബബിത വീണ്ടും കിച്ചണിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. അലീനയ്ക്കുള്ള കാപ്പിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വൈജയന്തി അങ്ങോട്ടേക്ക് വന്നിട്ട് ബബിതയോട് ചോദിക്കുന്നത്, നിനക്ക് എന്താ അടുക്കളയിൽ കാര്യമെന്ന് കേട്ടോ. അപ്പോൾ അലീന ചേച്ചിക്ക് സുഖമില്ല, അതുകൊണ്ട് അലീന ചേച്ചിക്കുള്ള കാപ്പിയൊക്കെ എടുക്കുകയാണെന്ന് പറയുമ്പോൾ, അലീന ചേച്ചിയോ എന്ന് മുതലാണ് നിനക്ക് അവൾ ചേച്ചിയായി തുടങ്ങിയത്? അവൾ എൻ്റെ മാത്രം ശത്രു അല്ലായിരുന്നല്ലോ, നിൻ്റെ ശത്രു അല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വയ്യാതെ കിടക്കുന്ന ഒരാൾക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കുന്നത് എനിക്ക് അത്ര തെറ്റായിട്ടുള്ള ഒരു കാര്യമായിട്ടൊന്നും തോന്നിയില്ല എന്ന് പറഞ്ഞ് ബബിതയാണെങ്കിൽ നല്ലോണം പറയുന്നുണ്ട് കേട്ടോ വൈജയനോട്. അപ്പോൾ നീയും അങ്ങനെ അവളുടെ കൈവശത്തിൽ വീണു അല്ലേ, നീയും എന്നോട് തർക്കിക്കാൻ തുടങ്ങി, ന്യായം പറയാൻ തുടങ്ങി അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വൈജയന്തിയും ദേഷ്യപ്പെടുന്നുണ്ട്. അതിനുള്ള നല്ല മറുപടി തിരിച്ച് ബബിതയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വീട്ടിലുള്ള ഒരാൾക്ക് സഹായം ചെയ്യുന്നതാണോ അമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊരു നല്ല കാര്യമല്ലേ എന്നൊക്കെയാണ് ബബിത ചോദിക്കുന്നത്. അപ്പോൾ നീ മറ്റാർക്ക് എന്ത് സഹായം ചെയ്തു കൊടുത്താലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു, ഇത് ഇങ്ങനെ അവൾക്കാണല്ലോ ചെയ്തു കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വൈജയന്തി ദേഷ്യപ്പെടുന്നത്. അപ്പോൾ വൈജയന്തിനോട് ബബിത പറയുന്നുണ്ടായിരുന്നു, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കുണ്ടല്ലോ എന്ന് ഓർത്ത് അമ്മ സന്തോഷിക്കുകയല്ലേ വേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തി ചോദിക്കുകയാണ്, ഞാനിവിടെ എത്രയോ ദിവസം സുഖമില്ലാതെ കിടന്നിട്ടുണ്ട്, എന്നിട്ട് നിങ്ങൾ മക്കൾ ആരെങ്കിലും ഒരു കരിയിലെടുത്ത് എന്നെ സഹായിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് വൈജയന്തി ചോദിക്കുന്നത്. അപ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു, അന്ന് ഇവിടെ സെർവൻ്റ് ഉണ്ടായിരുന്നല്ലോ എന്നാണ് കേട്ടോ പറയുന്നത്. എപ്പോഴും വൈജയന്തിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്, നീ എന്നോട് ന്യായം പറയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി ബബിതയോട് ദേഷ്യപ്പെടുമ്പോൾ ബബിതയും നല്ലോണം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഇപ്പോൾ എന്താ വേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് അച്ഛനാണ് അലീന ചേച്ചീനെ ചേച്ചീന്ന് വിളിക്കാൻ പറഞ്ഞത്, അത്രയേ ഉള്ളൂ എന്നൊക്കെ ബബിത പറയുന്നുണ്ട്. പക്ഷേ വൈജയന്തിക്ക് അതൊന്നും കേൾക്കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈജയന്തിനെ ധിക്കരിച്ച് എല്ലാവരും ഇപ്പോൾ അലീനയുടെ കൂടെ ആയല്ലോ, അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വൈജയന്തി അവിടെ നിന്ന് പോകുന്നത്. അപ്പോഴും ബബിത ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്കൊരു കാപ്പി എടുക്കട്ടെ എന്ന്. അപ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുകയാണ്, മറ്റവൾക്ക് കൊണ്ട് കൊടുക്കടി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വൈജയന്തി അവിടെ നിന്ന് പോകുന്നത്. വൈജയന്തി അങ്ങ് പോയി കഴിയുമ്പോൾ ബബിതയാണെങ്കിലും കൂളായിട്ട് അലീനയ്ക്കുള്ള കോഫിയും റസ്ക്കും ബണ്ണോ എന്തൊക്കെയോ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ അലീനയുടെ അടുത്തേക്ക്. എന്നിട്ട് അലീനയാണെങ്കിൽ അവിടെ എണീറ്റിരിക്കുകയായിരിക്കും. ബബിത ചോദിക്കുന്നുണ്ട്, ഇത് കാപ്പിയും അതുപോലെ തന്നെ റസ്ക്കും ബണ്ണും ബിസ്ക്കറ്റൊക്കെയാണ്, ഇത് അവിടെ വെച്ച് എന്നാലും എടുത്ത് കഴിച്ചോളൂ എന്ന് ചോദിക്കും കേട്ടോ. പക്ഷേ അലീനയാണെങ്കിലും പറയുന്നത്, അലീനയ്ക്ക് ക്ഷീണമാണ്, എടുത്ത് കഴിക്കാൻ വയ്യ, വായിൽ വെച്ച് തരണം എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അതുപോലെ തന്നെ പറയുന്നുണ്ടായിരുന്നു, രോഹിത്തിന് ഞാൻ കാപ്പിയിൽ റസ്ക് മുക്കി കൊടുക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ, ഇനിയിപ്പോൾ ഞാനും അങ്ങനെ തരണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന എന്ന് പറഞ്ഞങ്ങ് സമ്മതിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ബബിത കൊടുക്കുന്നുണ്ട് കേട്ടോ, കാപ്പിയിൽ റസ്ക് മുക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്കാണെങ്കിലും ഭയങ്കര സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ. റസ്കൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അലീന പറയുകയാണ്, ആ ട്രെയിൽ ബിസ്ക്കറ്റും കൂടെ ഉണ്ടായിരുന്നേ, അപ്പോൾ ഇതും കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് ആ ബിസ്ക്കറ്റ് ചൂണ്ടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ബബിതയാണെങ്കിലും ആ ബിസ്ക്കറ്റ് എടുത്ത് കാപ്പിയിൽ മുക്കി അലീനയ്ക്ക് കൊടുക്കുകയാണ്. അപ്പം അലീനയ്ക്കാണെങ്കിലും അതൊക്കെ കണ്ട് ഭയങ്കര സങ്കടവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് കണ്ണൊക്കെ തുടയ്ക്കുന്നുണ്ട്. ബബിത കൊടുക്കുന്ന ആ ഒരു സ്നേഹത്തിൽ സന്തോഷത്തോടു കൂടി അത് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണ് നിറയുമ്പോൾ അത് തുടയ്ക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രോഹിത് മുറ്റം അടിച്ചു വാരുന്നതാണ് കേട്ടോ. മുറ്റം അടിച്ചു വാരാനൊന്നും അറിയില്ലല്ലോ. അപ്പോൾ മുറ്റം അടിക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് ചിരി വരും കേട്ടോ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് കൃഷ്ണമോള് വരുന്നത് കേട്ടോ. അപ്പോൾ രോഹിയേട്ടൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുറ്റം അടിച്ചു വാരായിരുന്നു എന്ന് പറയുമ്പോൾ കൃഷ്ണമോളും ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയാണോ മുറ്റം അടിച്ചു വാരുന്നതെന്ന്. അപ്പോൾ എങ്ങനെ അടിച്ചു വാരിയാൽ എന്താ റിസൾട്ട് കിട്ടിയാൽ പോരെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോള് സഹായിക്കണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറയും കേട്ടോ, ഇതിപ്പോൾ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, ഇത് വൺ ടൈം അതുപോലെ തന്നെ വണ്ടറാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അല്ല, സീരിയസ് ആയിട്ട് തന്നെയാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് വീണ്ടും അടിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ബാലേന്ദ്രനാണെങ്കിൽ അങ്ങോട്ടേക്ക് കാറും കൊണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്ന കരിയിലേക്കൂടെയൊക്കെയാണ് കാറ് കയറ്റി കൊണ്ട് പോകുന്നത് കേട്ടോ ബാലേന്ദ്രനും കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താടാ രോഹിത്തെ ചൂലും കൊണ്ട് കൃഷ്ണനെ അടിക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞാൻ മുറ്റം അടിച്ചു വരികയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ എന്നാൽ നടക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ബാലേന്ദ്രനെ അകത്തേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ കൃഷ്ണമോളും അങ്ങ് പോകും കേട്ടോ, ഞാനും പോവാണ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, എന്നിട്ട് അവരങ്ങ് കയറി പോകുന്ന സമയത്ത് രോഹിത് വീണ്ടും
മുറ്റടിച്ച് വാരുകയാണല്ലോ. അപ്പോൾ കൃഷ്ണമോളാണെങ്കിലും ബാലേന്ദ്രനെ വിളിച്ചിട്ട് അത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ തിരിഞ്ഞ് നിന്നിട്ട് രോഹിത്തിനെ വിളിക്കും കേട്ടോ. ഇങ്ങനെയാണോ അവിടെ മുറ്റടിച്ച് വാരുന്നത്? ഇതെന്താ വല വീശുന്ന പോലെയുണ്ട്, മര്യാദയ്ക്ക് അടിക്കട, അല്ലെങ്കിൽ അത് ചെയ്യുന്നവർ അതുപോലെ തന്നെ മുറ്റടിക്കുന്നവർ ചെയ്യുന്നത് കണ്ട് പഠിച്ചോണം എന്നൊക്കെയാണ് കേട്ടോ നോക്കി കണ്ട് പഠിച്ചോണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ രോഹിത് പറയുന്നുണ്ടായിരുന്നു, പിന്നെ ഇനിയിപ്പോൾ ഞാൻ മുറ്റടിച്ച് വരുന്ന കോച്ചിങ് ക്ലാസ്സിൽ പോയി എൻട്രൻസ് എടുത്തിട്ട് വേണമല്ലോ എനിക്കിപ്പോൾ ആ തൊഴിലിന് പോകാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുകയാണ്, നിൻ്റെ ഈ പ്രായത്തിൽ ഞാൻ നന്നായിട്ട് പുഷ്പം പോലെ മുറ്റടിച്ചിരുന്നു എന്ന് പറയുമ്പോൾ എന്നാൽ അച്ഛനെ ഒന്ന് ചെയ്ത് കാണിക്കുകയെന്ന് പറയും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുകയാണ്, പിന്നെ എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്, നീ ഏറ്റെടുത്ത ജോലി നീ തന്നെ പൂർത്തിയാക്കിക്കോണം എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അകത്തേക്ക് പോകും കേട്ടോ. രോഹിതാണെങ്കിൽ വീണ്ടും മുറ്റടിച്ച് വരുന്നത് തുടരുന്നുണ്ട്. ബാലേന്ദ്രൻ പിന്നീട് അലീൻ്റെ അടുത്തേക്കായിട്ട് ചെല്ലുന്നത്. കിടക്കുകയാണോ എന്ന് ചോദിക്കും. അപ്പോൾ പനി കുറഞ്ഞോ എന്നൊക്കെ നോക്കി ചോദിച്ചിട്ട് നെറ്റിയിലൊക്കെ തൊട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കുറഞ്ഞു എന്ന് തോന്നുന്നുണ്ട് എന്ന് പറയേ. അതുപോലെ തന്നെ കൃഷ്ണമോളും തൊട്ട് നോക്കുന്നുണ്ട്. പനിയൊന്നും കുറഞ്ഞിട്ടില്ല കേട്ടോ, അതുപോലെ തന്നെ ഇവിടെ കിടന്നോണം എന്നൊക്കെ പറയുമ്പോൾ പിന്നീട് അലീനയും പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെ കിടന്നോണം എന്നാണ് ബബിതയുടെ അന്ത്യശ്വാസനം എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ നിൽക്കണ്ട, വൈജയുടെ തനി സ്വഭാവമാണ്, വെട്ടൊന്ന് മുറി രണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിയാണ് എന്ന് കൃഷ്ണമോളും പറയുകയാണ് കേട്ടോ. അപ്പോൾ അലീനയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ കിടപ്പിലായതോടുകൂടി ഒരു ഗുണം ഉണ്ടായി അല്ലേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ അച്ഛനും മക്കളും പരസ്പരം സംസാരിക്കാൻ തുടങ്ങിയല്ലോ എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്, എല്ലാവരുടെയും പൊതുശത്രു കിടപ്പിലായപ്പോൾ ഞങ്ങളൊക്കെ അങ്ങ് ഒരുമിച്ചായി എന്ന് പറയുമ്പോൾ ദേ അച്ഛ എന്നിങ്ങനെ അലീനെ വിളിക്കുമ്പോൾ അങ്ങനെ എല്ലടി മോളെ, നിൻ്റെ സ്നേഹം അവർ തിരിച്ചറിഞ്ഞതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രനാണെങ്കിലും. അപ്പോൾ അതൊക്കെ കേട്ട് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ അലീനയ്ക്കാണെങ്കിലും. പിന്നീട് ഒരു ചായ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് ഞാൻ എടുത്തു തരാം എന്നിങ്ങനെ കൃഷ്ണമോള് പറയുകയാണ് കേട്ടോ. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, അപ്പോൾ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ബാലേന്ദ്രൻ അവിടുന്ന് പോകുന്നത്. ബബിത എവിടെയെന്ന് ചോദിക്കുമ്പോൾ അലീന ചേച്ചിക്ക് സുഖമില്ലാത്തതുകൊണ്ട് രാവിലെ തന്നെ കിച്ചണിൽ ഇത് ബബിത ചേച്ചി ഏറ്റെടുത്തിട്ടുണ്ട്, കിച്ചണിൽ കാണും എന്ന് പറയുകയാണ്. എന്നിട്ട് പിന്നീട് ബാലേന്ദ്രൻ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അലീനയോടും പറയുന്നുണ്ട് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട് അലീന ചേച്ചിക്ക് ചുക്ക് കാപ്പി വേണമെന്ന്. അപ്പോൾ വേണ്ടാന്ന് പറയും. എന്നാൽ ഞാൻ ബബിതേച്ചിനോട് പോയിട്ട് അച്ഛൻ്റെ ചായയുടെ കാര്യം ഒന്ന് അവതരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോളും അവിടെ നിന്ന് പോവാണേ. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. പിന്നീട് പ്രൊമോ കാണിക്കുന്നുണ്ട്. അലീനയ്ക്കുള്ള കഞ്ഞി ബബിത കൊണ്ടുവരുന്ന സമയത്ത് സ്പൂണിൽ കോരി കൊടുക്കണം എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. എന്തായാലും ബബിത അത് കോരി കൊടുക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് കൃഷ്ണമോളും ബബിത അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ബബിത കഞ്ഞി കോരി കൊടുക്കുന്ന സമയത്ത് ചെറിയ കുസൃതിയൊക്കെ അലീന കാണിക്കുന്നുണ്ട് കേട്ടോ. ബബിതയുടെ കവിളിൽ ഇങ്ങനെ നുള്ളൊക്കെ ചെയ്യുന്നുണ്ട്. കഞ്ഞി കോരി കൊടുക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് വേഗം കഴിച്ചോണം, എനിക്കിതും കൊണ്ട് ഇവിടെ പിടിച്ചിരിക്കാൻ സമയമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന കവിളിൽ നുള്ളുമ്പോൾ ഇതെന്താ കളിക്കുവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രൊമോയിൽ കാണിച്ചത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്